പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. UAE-യിൽ സ്വകാര്യ വ്യക്തികളിൽ രണ്ടാമത്തെ സമ്പന്നനായി മലയാളി വ്യവസായി MA യൂസഫ് അലി. ലുലു റീട്ടെയിലിൻ്റെ ഓഹരികൾ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതോടെയാണ് പുതിയ നേട്ടം. ലുലു റീട്ടെയിലിന്റെ $172 കോടി റെക്കോർഡ് ബ്രേക്കിംഗ് IPO-യിലൂടെ യൂസഫ് അലിയുടെ ആസ്തി $760 കോടി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. 2023-ൽ $530 കോടി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ആസ്തി. IPO-യിൽ 82,000 റീട്ടെയിൽ നിക്ഷേപകരാണ് ഓഹരികൾക്കായി സബ്സ്ക്രൈബ് ചെയ്തത്. ലുലു ബ്രാൻഡിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസമാണ് ഇത് പ്രകടമാക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. UAE-യിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചായ ADX-ലെ 100ാമത്തെ ലിസ്റ്റിംഗ് ആയിരുന്നു ലുലു റീട്ടെയിലിൻ്റേത്. കമ്പനിക്കിപ്പോൾ 6 GCC രാജ്യങ്ങളിലായി 240-ലധികം ഹൈപ്പർ മാർക്കറ്റുകളും എക്സ്പ്രസ് മിനി മാർക്കറ്റ് സ്റ്റോറുകളുമുണ്ട്. ഫോബ്സ് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 39ാം റാങ്കുമുള്ള യൂസഫ് അലിക്ക് IPO ലിസ്റ്റിംഗ് കൂടുതൽ മുന്നേറാൻ അവസരം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ലുലു ഗ്രൂപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK അടുത്ത വർഷത്തോടെ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് മാറുന്നു. മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി ഈ വിസകൾ അവതരിപ്പിക്കും. UK സർക്കാർ ഡിജിറ്റൽ ബൈ ഡീഫോൾട്ട് ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. ഉപഭോക്തൃ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനും മികച്ച മൂല്യം നൽകുന്നതിനുമായി ഈ വിസകൾ അവതരിപ്പിക്കുമെന്ന് UK വിസ ആൻഡ് ഇമിഗ്രേഷൻ വിസിറ്റിംഗ് ആൻഡ് ETA നെറ്റ്വർക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ മാറ്റ് ഹീത്ത് പറഞ്ഞു. വിസ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയ വഴി വിസ പ്രോസസ്സിംഗിനായി അധികൃതർ ബന്ധപ്പെടില്ല. ഇമെയിൽ വഴിയോ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലേക്കോ പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയുമില്ല. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബന്ധപ്പെടുന്നവരെ സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. സേവനങ്ങൾക്കുള്ള എല്ലാ പേയ്മെന്റുകളും ഗവൺമെന്റ് വെബ്സൈറ്റ് വഴിയോ വിസയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ വഴിയോ നടത്തണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജോ ബൈഡനും ഷീ ജിൻപിങ്ങും ഈ മാസം 16-ന് കൂടിക്കാഴ്ച നടത്തും. പെറുവിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുന്നതിന് 2 മാസം മുൻപാണ് US ചൈന പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ച. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ബൈഡൻ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള അവരുടെ 3ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. കഴിഞ്ഞ വർഷം വുഡ്സൈഡ് ഉച്ചകോടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും നിരവധി മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് ശനിയാഴ്ച ഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ബൈഡൻ ചർച്ച ചെയ്യും. 2024 ജനുവരിയിൽ US-ഉം ചൈനയും പ്രതിരോധ നയ ഏകോപന ചർച്ചകൾ പുനരാരംഭിച്ചതായും മിലിറ്ററി മാരിടൈം കൺസൾട്ടേറ്റീവ് എഗ്രിമെന്റ് MMCA ഉൾപ്പെടുത്താൻ സമ്മതത്തോടെയുള്ള പ്രതിരോധ ഇടപെടലുകൾ നടത്തിയതായും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ ഒമാൻ വാണിജ്യ മന്ത്രാലയം നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങളും രാജകീയ മുദ്രകളും അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രൊമോഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ സ്റ്റോറുകൾ ആവശ്യമായ പെർമിറ്റുകളില്ലാതെ ദേശീയ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് കർശന നിർദ്ദേശം നൽകിയത്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നേടണം. ലൈസൻസിനായി മന്ത്രാലയത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ താമസ കുടിയേറ്റ നിയമ ഭേദഗതിക്ക് നിയമസഭയുടെ അംഗീകാരം. മനുഷ്യക്കടത്ത്, വിസ കച്ചവടം എന്നിവ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. മനുഷ്യക്കടത്ത്, വിസ കച്ചവടം, സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടുക, വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് വൻപിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നിശ്ചിത കാലാവധിയിലുള്ള വിസയിലെത്തുന്നവർ മടങ്ങിയോ ഇല്ലയോ എന്ന കാര്യം സ്പോൺസർ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ജോലിയും അഭയവും നൽകുന്നത് കടുത്ത നിയമലംഘനമായി കണക്കാക്കും. സർക്കാർ ജീവനക്കാർ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.